ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ മാർഗഴിയോട് ഗീത ചോദിക്കുന്നുണ്ട്, എടി നീ എവിടെയാണെന്ന് എല്ലാവരും തിരയില്ലേ, അപ്പം നിന്നെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അവരെന്താ നിന്നെ ചെയ്യാൻ നിനക്ക് അറിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മാർഗഴി പറയുന്നുണ്ട്, എടി ആരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇവിടെ ഉള്ളത്, ആർക്കും എന്നെ അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, എവിടെയാണെന്ന് നീ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാൻ ആ അനാർക്കലിയുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അനാർക്കലി രാവിലെ കാശ് വാങ്ങാൻ കയ്യും കഴുകി പോകുന്ന സമയത്ത് ഞാൻ അവരുടെ ബാൽക്കണി കൂടെ വീട്ടിലോട്ട് ചാടിയിട്ടുണ്ട്. അവർ ലോകം മൊത്തം തിരഞ്ഞാലും അവരൊട്ടും പ്രതീക്ഷിക്കില്ല ഞാൻ ഈ അനാർക്കലിയുടെ വീട്ടിലുണ്ടാവും എന്നുള്ള കാര്യം. അവർക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അവർ ഈ ലോകം മൊത്തം എന്നെ തിരഞ്ഞ് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർ ട്രാൻസാക്ഷൻ നടക്കാത്ത വിഷമത്തിൽ തിരിച്ചു വരുന്ന സമയത്ത് നിന്നെ അവർ പഞ്ഞിക്കിടും, നീ അവിടുന്ന് വേഗം രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, പിന്നെ അവരെന്നെ ഒന്നും ചെയ്യില്ല, അവരെന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ തന്നെ ഞാൻ അവരെ ശപിച്ച് 2 തവളകളാക്കി മാറ്റും, അപ്പോൾ പിന്നെ അവരെന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് വിലാസിനിയും ഗോവിന്ദും വരുന്നുണ്ട്. വിലാസിനിയും ഗോവിന്ദും വന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു ഞങ്ങൾ രണ്ടുപേരും ഈ വീട് മൊത്തം തിരഞ്ഞു, മാർഗഴിയെ കാണാനേ ഇല്ല, അവൾ എവിടെ പോയി, ഒരു സമാധാനമില്ല എന്നൊക്കെ വിലാസിനി പറയുന്നുണ്ട്. മാർഗഴിയാണെങ്കിൽ അതൊക്കെ ഫോണിലൂടെ കേൾക്കുന്നുമുണ്ട്. എന്നിട്ട് മാർഗഴി ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു നീ ആ ഫോണിൻ്റെ സ്പീക്കർ ഒന്ന് ഓൺ ചെയ്തേ, ഞാൻ പറയാം അവരോടൊക്കെ എന്ന് പറഞ്ഞ് ഗീതു ഫോണിൻ്റെ സ്പീക്കർ ഓണാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വിലാസിൻ്റെ അടുത്ത്, അമ്മേ പെട്ടെന്ന് ഒരാൾക്കൊരു ചികിത്സ വേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയത്, ആരോടും എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിലാസിനി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അസുഖം, നിനക്കെന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മാർഗഴിയെ വളർത്തിയതൊരു വൈദ്യനാണ്, വൈദ്യൻ്റെ ചികിത്സ വിദ്യകളൊക്കെ മാർഗഴിക്ക് അറിയാം, അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളതാണ്, അതിൻ്റെ പ്രധാനം വിഷവൈദ്യമാണ്, അത് മാറ്റാൻ വേണ്ടി അവൾ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട വിലാസിനി സമാധാനിക്കുന്നുണ്ട്, അവൾക്കൊരു കുഴപ്പമില്ലല്ലോ, അവൾ തിരിച്ചു വരില്ലോ എന്ന് സമാധാനിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദാണെങ്കിലോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട്, എന്താ അളിയനൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പൊളിച്ചടുക്കലൊക്കെ പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിയാലോ അളിയ, ഒരു ജീവനല്ലേ ഇപ്പോൾ പ്രധാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അതേ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാർഗഴി അമ്മ അനിയത്തി ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് വിലാസിനി ഗീതുവിനോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, ഒരു ജീവൻ രക്ഷിക്കാനാണല്ലോ പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നമ്മുടെ കൂടെ എന്നും നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വൈദ്യശാല ഇട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവളെ അങ്ങനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അമ്മേ, 2 അമ്മമാരും വേണമെന്നാണ് അവൾ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, പവിഴം വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്നോട്ടെ, ഇനി എന്തായാലും ഞാൻ എൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഒഴുകുന്ന വെള്ളം പോലെ അമ്മേ അവളുടെ സ്വഭാവം, അവളെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല, ആര് പറഞ്ഞാൽ അവൾ കേൾക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിലാസിനി പറയുന്നുണ്ട്, ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ഒരു ഡാം അങ്ങോട്ട് കെട്ടണം, നമ്മുടെ സ്നേഹം കൊണ്ട് ഒരു ഡാം അങ്ങോട്ട് കെട്ടി അവളിവിടെ എന്തായാലും നിൽക്കും, എന്തായാലും ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, അത് അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, വേണ്ടപ്പെട്ടവരുടെ ആരുടെയും സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത്, ഇനി എന്തായാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ വിലാസിനി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ ഗീതു ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, കണ്ണേട്ടന് തോന്നുന്നുണ്ടോ ഒരു സ്ഥലത്ത് മാർഗഴിയെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റുമെന്നൊക്കെ കണ്ണേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ഗീത ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കള്ളം പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നിൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, അതും കൂടെ നിന്ന് എല്ലാവരും ചതിച്ചൊരു മനുഷ്യനെ ആകുമ്പോൾ പ്രത്യേകിച്ച് കള്ളം പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ നിൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, മാർഗഴി കള്ളം പറഞ്ഞു എന്നാണോ കണ്ണേട്ടൻ പറയുന്നത്, അവൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അവൾ വീട്ടിലേക്ക് പോയത് കളവ് പറഞ്ഞ പോലെ നിനക്ക് തോന്നുന്നില്ലേ ഗീതു എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് എന്തിനാ കളവ് പറയേണ്ട ആവശ്യമെന്ന് ഗീത ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അജാസ് പറഞ്ഞതനുസരിച്ചിട്ട് മാർഗഴിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിന് പോയാൽ കൂടെ 2 മണിക്കൂർ എടുക്കും, അവൾ എങ്ങനെ പോയി എന്നാണ് നീ പറയണേ, മാർഗഴി ഇവിടുന്ന് രാവിലെ നീച്ച് ഓടുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും അയാൾ അന്ത്യശ്വാസം വലിച്ചിട്ടുണ്ടാവും, പിന്നെ എന്താ ആ മാർഗഴി പറയുന്നത് അവൾ വീട്ടിൽ പോയി എന്നുള്ള കാര്യം, അവൾ നുണ പറയുക ഗീതു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ആ മാർഗഴിയുടെ ഇത് സംശയിക്കേണ്ട ആവശ്യമുണ്ടോ കണ്ണേട്ടാ, ചിലപ്പോൾ വിഷം കുറഞ്ഞ പാമ്പായിരിക്കും അവളെ ആരെങ്കിലും കടിച്ചിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക, അങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഗീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മളെ ചിലപ്പോൾ വിഷം കൂടിയ പാമ്പുകളാണല്ലോ കടിക്കാറ്, അതുകൊണ്ടായിരിക്കും നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തത്, എന്തായാലും ഞാനിത് വിശ്വസിക്കുന്നില്ല, അതുപോലെ തന്നെ മാർഗഴി ഇല്ലാത്തതുകൊണ്ട് ചേതൻ ഗ്രൂപ്പിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് പോകുന്നുണ്ട് അവിടെ നിന്ന്.
പിന്നീട് കാണിക്കുന്നത് ഭാസ്കരനെ അനാർക്കലിയാണ്. അനാർക്കലി പറയുന്നുണ്ട്, ആ എരണം കെട്ടവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അവൾ എവിടെ പോയി കിടക്കുകയാണ് എന്തോന്നാവോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പല ദിവസങ്ങളായി അവൾ നമ്മളോട് പറയാതെ മുങ്ങുന്നുണ്ട്. ഇതാ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇന്നലെ പോയതാണ്, ഇതുവരെ രാത്രി കഴിഞ്ഞു, എന്നിട്ട് പോലും അവൾ വന്നിട്ടില്ല. എവിടെ അവൾ പോയി കിടക്കണേന്നാവോ, അവൾ കളം മാറ്റി ചവിട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട് അനാർക്കലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, അതൊരിക്കലും വേണ്ട, അവളങ്ങനെ ചെയ്യാൻ യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം നമുക്ക് അവളോട് കൂറില്ലെങ്കിലും അവൾക്ക് നമ്മൾ കൊടുക്കുന്ന കാശും അത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യുന്ന പ്രതീക്ഷിക്കേണ്ട. പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നവളാണ് മാർഗഴി. എന്തായാലും വരുമെന്നല്ലേ നമ്മളോട് പറഞ്ഞു, അവൾ എന്തായാലും വരും, നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഭാസ്കരനെ വരുൺ വിളിക്കുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, വരുണ വിളിക്കുന്നത്, നേരത്തെയും വിളിച്ചിരുന്നു, എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചിട്ട് നേരത്തെയും വിളിച്ചിരുന്നു, ഞാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു, ഇതായി പിന്നെ ഇപ്പോൾ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടി വീതം കൊടുക്കേണ്ടി വരും, അപ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട് ഭാസ്കരനോട്. എന്നിട്ട് വരുണിൻ്റെ കോളെടുത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, ആ മോനെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങൾക്ക് വല്ലാണ്ട് ബോറടിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരട്ടെ, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുകൊണ്ടിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അത് പിന്നെ മോനെ എനിക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടെന്ന്, ഞാൻ അതിനു വേണ്ടി ഇറങ്ങാൻ പുറപ്പെടുകയാണ്, മോൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ആണോ, എന്നാൽ ഞങ്ങൾ വരുന്നില്ല അച്ഛാ, അച്ഛൻ പോയിട്ട് വരൂ, ടേക്ക് കെയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പിന്നെ അനാർക്കലിയോട് പറയുന്നുണ്ട്, അവർ വിശ്വസിച്ചു അനാർക്കലി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ രാധിക വരുണോട് പറയുന്നുണ്ട്, എടാ അച്ഛനും അനാർക്കലിയും കുറച്ച് ദിവസമായിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അച്ഛൻ എന്താ അറിയാത്തതുകൊണ്ടാണ്, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അച്ഛനും നമ്മളെന്ന് വെച്ചാൽ ജീവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എടാ അത് നിനക്ക് നിൻ്റെ അച്ഛനെ അറിയാത്തതുകൊണ്ടാണ്, കുറേ കാലം ഞാൻ ഒപ്പം കഴിഞ്ഞതല്ലേ, അയാൾ ഏതുവരെ ചിന്തിക്കും, എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അനാർക്കലി ഭാസ്കരനോട് പറയുന്നുണ്ട്, അവർ വരാത്ത സ്ഥിതിക്ക് എനിക്ക് നമുക്ക് സ്വസ്ഥമായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താം അല്ലേ അനാർക്കലി എന്നൊക്കെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, മാർഗഴി വന്നിട്ടില്ലല്ലോ, മാർഗഴി വരാതെ എങ്ങനെ ട്രാൻസാക്ഷൻസ് നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് രാധിക വരുണിനോട് പറയുന്നുണ്ട്, എടാ അച്ഛൻ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്, അച്ഛനും അനാർക്കലിയും ഞാനും പണ്ടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു, പിന്നെ അവരെന്നെ അവോയ്ഡാക്കി അവർ മുന്നേറി തുടങ്ങി, അതുപോലെ തന്നെ തോന്നുന്നു എനിക്കിപ്പോഴും എന്നൊക്കെ തോന്നുന്നുണ്ട്, അവരിനി എന്നെ അറിയിക്കാതെ കണ്ണനെ വല്ലതും ചെയ്യുമോ എൻ്റെ പേടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അങ്ങനെ ഒരു പേടി വേണ്ട, അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വരുൺ വിചാരിക്കുന്നുണ്ട്, അത് തന്നെ ഞങ്ങളുടെ പ്ലാൻ, അമ്മയെ അറിയിക്കാതെ ഗോവിന്ദേട്ടനെ കൊന്നിട്ട് ഗീതുവാണത് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ വരുൺ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് രാധിക വരുണിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കുകയാണ്, നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയും ഗോവിന്ദിനെയാണ്. ഗീതുവും ഗോവിന്ദും ആണെങ്കിലോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എന്തിനാ കണ്ണേട്ടൻ നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണേ, നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നല്ലേ ഇറങ്ങി, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയാൽ പോരായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇവിടെ ഫുഡ് വരുന്ന നേരം കൊണ്ട് നമുക്ക് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നിന്നോട് ആരാ പറഞ്ഞ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇവിടേക്ക് വന്നേ, എൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് ഓരോ കപ്പ് ചായ കുടിക്കുന്ന സമയത്തേക്കും എന്നെ കാണാൻ ഒരാൾ വരും, അയാളെ കണ്ട് നമ്മൾ വീട്ടിലോട്ട് മടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ കുറച്ച് നേരം അവിടെ കഴിഞ്ഞിരുന്നപ്പോൾ ഗീതുവിനാണെങ്കിൽ വിശക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ എനിക്ക് വിശക്കുന്നു, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്നാൽ ചായയ്ക്ക് പകരം നമുക്ക് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മാർഗഴി എവിടെയെങ്കിലും മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രാൻസാക്ഷൻസ് നടക്കും, നമുക്ക് ഗസ്റ്റ് ഹൗസിൽ എന്താ നടക്കണമെന്ന് ഇവിടെ ഇരുന്ന് കാണാമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദനാണെങ്കിലോ ഗീതുവിൻ്റെ മുന്നിൽ വെച്ച് തുറക്കാനൊരു മടി, അവളെങ്ങാനും കണ്ടാലോ എന്ന്, അതുകൊണ്ട് അവൻ വാഷ്റൂം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നോക്കുന്നുണ്ട് CCTV. പിന്നീടാണെങ്കിലോ ഭാസ്കരൻ അനാർക്കലിയോട് പറയുന്നുണ്ട്, അനാർക്കലി അവളെ വിളിച്ചിട്ട് ഇനിയും കിട്ടുന്നില്ല, അവൾ ഇനിയും വാക്ക് പാലിക്കുമെന്ന് നീ പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവർണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂടെ ചേതൻ ഗ്രൂപ്പത്തെ ആളും ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സുവർണ ചോദിക്കുന്നുണ്ട്, ഗീതാഞ്ജലി മാഡം വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, ഗീതാഞ്ജലി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിരിക്കാൻ, ഞാൻ പോയിട്ട് ഗീതാഞ്ജലി വിളിച്ചിട്ട് വരാം എന്ന് അനാർക്കലി പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും ഇതൊക്കെ ഗോവിന്ദ് അവൻ്റെ CCTV കൂടെ കാണുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും ഗോവിന്ദ് ഗീതുവിനെ വേഗം റെസ്റ്റോറൻറ്റ് വിളിച്ചിട്ട് വേഗം ഗീതുവായി നമുക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്
അവർ ഗസ്റ്റ് ഹൗസ് പോകുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിലോട്ട് പോയിരുന്ന സമയത്ത് ഗീതുവിനോട് പറയുന്നുണ്ട്, ഗീതു നീ ഇപ്പോൾ ചെല്ലണം, അവരവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, നീ മാർഗഴിയാണെന്ന മട്ടിൽ അങ്ങോട്ടേക്ക് ചെല്ലുക, എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ ഇന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്നൊക്കെ ഭാവത്തിൽ അവരോട് സംസാരിക്കുക. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്കിനി എൻ്റെ വീട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല ഗീതു, എൻ്റെ അച്ഛനെയൊക്കെ കൊന്നവരാണ് അവർ, അതുകൊണ്ട് എനിക്ക് അവരോട് എന്തായാലും പ്രതികാരം ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതു ആണെങ്കിലോ സത്യദാസ് രഞ്ജുവിൻ്റെ കാര്യം പറയുമോ എന്ന് പേടിച്ചിട്ട് ഗീതു അത് മുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലോ നീ ചെല്ലുക അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണോ എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.